ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലവബിൾ സൈക്കോ. എൻ്റെ പേര് റിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് സ്ട്രേറ്റ് ടു ദ മെയിൻ ടോപ്പിക് ഇഫ് യു വാണ്ട് ടു. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. മോണിറ്റൈസേഷൻ, ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ ഒന്നിനും വേണ്ടിയല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് ആർ യൂഷ്വലി ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ്, intentionally kept brief because I feel it's better to discuss about one topic at a time and give it the attention it deserves. Everything I share here comes from my own job search, my own experiences, observations, mistakes, lessons and insights. My hope is simply that something I learned along the way might be useful to someone else on their journey. വീഡിയോ കാണുമ്പോൾ വിഷ്വൽസും കൂടി ഫോളോ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം പല സമയത്തും വിഷ്വൽ കോൺസെപ്റ്റ്സ് കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. And I always want to say this: take what helps you, ignore what doesn't, and always follow what suits your path. I am not claiming to have all the answers. Every job search journey is different, every person is different, and every situation is different. These are simply thoughts, experiences, and insights shared with a genuine intention that they may help someone move one step closer to their goal. So, if anyone wants to get in touch, and the email is write2rish.nz@gmail.com. I'll be more than happy to help when I have a moment. So feel free to reach out whenever you want. So അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്: ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ അസ്? 99% ഓഫ് ദ ടൈം ഇതാണ് ഒരു ഇൻ്റർവ്യൂവിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേന് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ഡിസ്കഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ ഒരു ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു, മിക്കവാറുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചു. വൈ ഷുഡ് ബി ഹയർ യു, മോസ്റ്റ് ഓഫ് ദ അതർ സ്റ്റാർ ക്വസ്റ്റ്യൻസ്, ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഫൈനലി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പം നമ്മളിപ്പോൾ പറയുവാണ് നമുക്ക് പ്രത്യേകിച്ച് ഒരു ചോദ്യങ്ങളൊന്നുമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ദാറ്റ് ഇസ് എ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ പൊളൈറ്റായിട്ട് നമുക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷേ ആക്ച്വലി ഒരു ഇൻ്റർവ്യൂ തീർന്നു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ക്യൂരിയോസിറ്റിയും നമ്മുടെ ഇൻട്രസ്റ്റും കാണിക്കാനുള്ള ഒരു മൊമെൻറ്റിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ആ മൊമെൻറ്റിൽ നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, നമുക്കൊന്നും പറയാനില്ല എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ആക്ച്വലി നമ്മുടെ ക്യൂരിയോസിറ്റിയും നമ്മുടെ ഇൻട്രസ്റ്റും കാണിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് മിസ് ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേന് നമ്മൾ ആക്ച്വലി നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ കരുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു എന്നാണ്. ബട്ട് ദ ഇൻ്റർവ്യൂ isn't actually over. The interviewer is still learning about you. They are looking at your curiosity, your preparation, your communication style, and they are also thinking like, is this person going to be part of our team? How it will be? അങ്ങനെയൊക്കെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മൊമെൻറ്റിലാണ് അവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ instead of treating this question like an end of the interview, think of it like beginning of a conversation. അപ്പം നമ്മളിപ്പം ആ മൊമെൻറ്റിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേനും നമ്മൾ തിരിച്ച് അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, ക്യാൻ യു ടെൽ മീ അബൌട്ട് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് ദ ടീം ഇസ് വർക്കിംഗ് ത്രൂ റൈറ്റ് നൗ? ഒരു വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഡസ് സക്സസ് ലുക്ക് ലൈക്ക് ഫോർ ദ പേഴ്സൺ ഇൻ ദിസ് റോൾ ഡ്യൂറിങ് ദ ഫസ്റ്റ് 6 months? ഓർ ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, വാട്ട് ഡു ദ മോസ്റ്റ് സക്സസ്ഫുൾ പീപ്പിൾ ഇൻ ദിസ് ടീം ടെൻഡ് ടു ഡു റിയലി വെൽ? ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേന് വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്ക് മനസ്സിലാവും വെദർ ദ റോൾ ഇസ് റൈറ്റ് ഫോർ അസ്. ബട്ട് സെക്കൻഡ്ലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദേ ഷോ ദ ഇൻ്റർവ്യൂവർ ദാറ്റ് യു ആർ ഓൾറെഡി തിങ്കിങ് അബൌട്ട് കോൺട്രിബ്യൂട്ടിങ്, ലേണിംഗ് ആൻഡ് ആഡിങ് വാല്യൂ. യു ആർ നോ ലോങ്ങർ ജസ്റ്റ് ഫോക്കസ്ഡ് ഓൺ ഗെറ്റിംഗ് എ ജോബ്. You are focused on understanding how you can succeed within the team, and that is a very different mindset. So the best candidates don't ask questions to impress people. They ask questions because they are genuinely interested. They are curious, they are very engaged, and they want to make informed decisions. So നമ്മുടെ അടുത്ത് ഇപ്പം ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ അസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോണ്ട് പാനിക്, ഡോണ്ട് റഷ്, ടേക്ക് എ മൊമെൻറ്റ്, ചൂസ് 1 or 2 thoughtful questions, listen carefully to the answers and turn the final few minutes of the interview into a meaningful conversation. Because sometimes the question you ask at the end
can leave just as strong an impression as the answers you gave throughout the interview. So ഒന്ന് മനസ്സിലാക്കുക, the goal isn't to ask more questions, the goal is to ask better questions that show that you are prepared, questions that show that you are very interested, and questions that helps the interviewer imagine what it would be like to work with you on a daily basis. And that is often what makes people memorable. So ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേന് നമ്മളൊരു ഇൻ്റർവ്യൂവിന് നമ്മളുടെ കയ്യിൽ തോട്ട്ഫുൾ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കണം പോകേണ്ടത്. നമുക്ക് അവസാനം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ക്യൂരിയോസിറ്റി ഇല്ലാത്ത ഒരു കാൻഡിഡേറ്റ് ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ആ റോളിനോടുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കാണിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ കളഞ്ഞു, നമ്മളുടെ ഒട്ടും ക്യൂരിയോസിറ്റി നമ്മൾ കാണിച്ചില്ല. ആ ഇൻ്റർവ്യൂ ഒരു ഗുഡ് നോട്ടിൽ എൻഡ് ചെയ്യേണ്ട ഒരു മൊമെൻറ്റിൽ, നല്ലൊരു കോൺവെർസേഷൻ മേക്ക് ചെയ്യേണ്ട ഒരു മൊമെൻറ്റിൽ നമ്മൾ അബ്രപ്റ്റായിട്ട് ആ ഇൻ്റർവ്യൂ തീർക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഏതൊരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേയും നമ്മൾ ഓൾറെഡി ചില ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ആ കറക്റ്റ് സമയമാകുമ്പോഴത്തേന് അവരോട് ചോദിച്ച് അവരുമായിട്ട് ഒരു കോൺവെർസേഷൻ നമ്മൾ മേക്ക് ചെയ്യാൻ നോക്കണം. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈ ഷുഡ് ബി ഹയർ യു എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് ക്വസ്റ്റ്യൻസ് ഡു യു ഹാവ് ഫോർ അസ്. ബിക്കോസ് ക്ലൈമാക്സ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റർവ്യൂ തീർന്നു, നമ്മൾ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ നമുക്ക് കുറച്ചും കൂടി ഇംപ്രഷൻ മേക്ക് ചെയ്യാൻ പറ്റിയൊരു മൊമെൻ്റ് ആണ്. നമുക്ക് ഈ റോള് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഈ റോളിൽ നമുക്ക് എങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റും, അങ്ങനെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേനും അവർക്ക് നമ്മളോടൊരു ഇംപ്രഷൻ തോന്നും. യുനോ, ന്യൂസിലാൻഡ് എംപ്ലോയേഴ്സ് ഓഫൺ ലൈക്ക് കാൻഡിഡേറ്റ്സ് ഹു ആർ വെരി ക്യൂരിയസ് and who are very keen to ask good questions. So always have your questions framed before you go for any interview. So if you look at the visuals, do you have any questions for us എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that is your chance to learn, show interest and leave a strong final impression. ഇൻ്റർവ്യൂവിൻ്റെ എൻഡിൽ നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു ഇംപ്രഷൻ മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേന് what the employer is really trying to understand is, are you genuinely interested in the role? Have you been listening throughout the interview? Do you think beyond salary and benefits? Are you evaluating whether this role is right for you? How engaged and curious are you? അപ്പം നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേന് നമ്മൾ ഇതിനുള്ള ഒരു വാട്ട് മേക്സ് എ സ്ട്രോങ് ആൻസർ എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. ലൈക്ക് we should show interest in the role, we should show interest in the team, we should show interest in success, interest in learning and interest in company culture. So and always try to ask thoughtful and relevant questions. So do you have any questions for us എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ബേസ്ഡ് സിറ്റുവേഷൻ ആണെന്ന് തന്നെ ചിന്തിച്ച് നോക്കുക. If you look at the visuals, the interviewer is actually asking, do you have any questions for us? അപ്പം സിറ്റുവേഷൻ എന്താണ്, നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ് നമ്മുടെ സിറ്റുവേഷൻ. ആൻഡ് ദ ടാസ്ക് ഇസ് വി നീഡ് ടു യൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഷോ ഇൻട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഇഫ് ദിസ് റോൾ ഇസ് ദ റൈറ്റ് ഫിറ്റ് ഫോർ യു. സോ ഞാൻ ഈ ക്വസ്റ്റിനെ സ്റ്റാർ ബേസ്ഡ് ആയിട്ട് ആൻസർ ചെയ്യല്ല, ഞാൻ പറയുവാണ് ഒരു ഇൻ്റർവ്യൂവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേന് നമ്മളുടെ സിറ്റുവേഷനലി നമ്മൾ എന്ത് സിറ്റുവേഷനിലാണെന്നാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ ഇത് ആൻസർ അല്ല. ഐ എം ജസ്റ്റ് ഗിവിംഗ് യു ആൻ എക്സാമ്പിൾ ഓഫ് when this question is being asked, what star situation are we in? So situation ഞാൻ പറഞ്ഞു, the interviewer has already asked, like നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കാനുള്ളതെന്നും നമ്മുടെ അടുത്ത് ചോദിക്കുന്നു. നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is to show interest, understanding and evaluate if this role is the right fit for you. നമ്മൾ ചെയ്യേണ്ട ആക്ഷൻ എന്താണ്? We need to ask thoughtful questions that show interest in the role, team, success and growth. And ഇങ്ങനെ ഒരു ആക്ഷൻ നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു ലീവ് എ സ്ട്രോങ് ഇംപ്രഷൻ ആൻഡ് ഗെറ്റ് വാല്യുബിൾ ഇൻസൈറ്റ്സ് ദാറ്റ് ഹെൽപ്പ് യു ഡിസൈഡ് ഇഫ് ദിസ് റോൾ ആൻഡ് കമ്പനി ആർ ദ റൈറ്റ് ഫിറ്റ്. സോ കീ ടേക്ക് അവേസ് എന്താണ്? is that great questions show curiosity and engagement. And we need to focus on role, team, impact and growth. So ഒരു ബോട്ടം ലൈൻ ടിപ്പ് പോലെ പറയാം, you should always ask smart question and you need to start a conversation, show interest and leave a lasting impression.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലൈക്ക് വാട്ട് സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് വി നീഡ് ടു ആസ്ക് ആൻഡ് വൈ ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഇമ്പോർട്ടൻറ്റ്, വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് വി ഷുഡൻറ്റ് ബി ആസ്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ വിഷ്വൽസ്, ദ ഫസ്റ്റ് വൺ ഇസ് why can questions you ask at the end of an interview make or break your outcome? So ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആസ്കിങ് ക്വസ്റ്റ്യൻസ് അറ്റ് ദ എൻഡ് ഓഫ് എൻ ഇന്റർവ്യൂ ഡസ് മോർ ദാൻ ഫിൽ ടൈം. ഇറ്റ് സിഗ്നൽസ് ഇൻട്രസ്റ്റ്, ഇന്റലിജൻസ് ആൻഡ് ഫിറ്റ്. സോ നമ്മൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ when we are asking questions, the questions show preparation. Thoughtful, specific questions indicate that you research the organization and reflected on the role beforehand. ഞാൻ പലരോടും ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ പറയാറുണ്ട്, നിങ്ങൾ ഈ കമ്പനീനെ പറ്റി നല്ലപോലെ മനസ്സിലാക്കണം, കമ്പനിയുടെ പ്രൊഡക്ട്സിനെ പറ്റി പഠിക്കണം, എന്തെങ്കിലും ന്യൂസിലൊക്കെ കമ്പനി എന്തെങ്കിലും മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കി ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കണമെന്ന്. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇൻ്റർവ്യൂ നമുക്ക് ഈ തോട്ട്ഫുൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കഴിയുമ്പോഴത്തേന് വി ക്യാൻ മേക്ക് സം ഗുഡ് കോൺവെർസേഷൻസ് ആൻഡ് ക്രിയേറ്റ് എ സ്ട്രോങ്ങർ ഇംപ്രഷൻ വിത്ത് ദ ഇൻ്റർവ്യൂവർ. ഇനി ക്വസ്റ്റ്യൻസ് റിവീൽ പ്രയോറിറ്റീസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്വസ്റ്റ്യൻസ് ഷോ whether you are focused on growth, culture, metrics or immediate deliverables. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് അവർക്ക് മനസ്സിലാവും. ലൈക്ക് നമ്മൾ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആണോ, നമ്മൾ ടീം കൾച്ചറിനെ പറ്റി ഫോക്കസ്ഡ് ആണോ, നമ്മൾ ടീമിൻ്റെ ഗ്രോത്തിനെ പറ്റി മെട്രിക്സിനെ പറ്റിയും കൺസേൺഡ് ആണോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻസ് ക്ലാരിഫൈ ഫിറ്റ്. സോ when we are asking questions about team dynamics and leadership style helps both you and the interviewer assess the mutual fit. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേന് അവർക്ക് നമ്മൾ ഫിറ്റ് ആണോ എന്നും മനസ്സിലാവും, നമുക്ക് ഈ ടീം ഫിറ്റ് ആണോ എന്നും മനസ്സിലാവും. ആൻഡ് ഫൈനലി റിസർച്ച് ബാക്ക്ഡ് അഡ്വൈസ്. സോ യൂസ് ദിസ് മൊമെൻറ്റ് ടു ക്ലോസ് ഇൻഫർമേഷൻ ഗ്യാപ്സ്. നമ്മൾ റിസർച്ച് ചെയ്ത് പഠിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ഗ്യാപ്സ് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വി ക്യാൻ അഡ്രസ് പൊട്ടൻഷ്യൽ കൺസേൺസ് ആൻഡ് ലീവ് എ മെമ്മറബിൾ സ്ട്രോങ് ഇംപ്രഷൻ. സോ നമ്മൾ ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നും ഇൻ്റർവ്യൂവേഴ്സ് ഇവാലുവേറ്റ് ഹൗ ഡീപ്ലി യു അണ്ടർസ്റ്റാൻഡ് ദ റോൾ ആൻഡ് ദ ഓർഗനൈസേഷൻ, വെദർ യു ഹാവ് പ്രിപ്പയർഡ് ആൻഡ് ഹൗ യു വിൽ ബിഹേവ് ആസ് എ കൊളീഗ്. സോ what employers really want to hear when you ask questions at the end of an interview. So interviewer നമ്മുടെ question കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും they are listening for a few signals. Thoughtful questions show preparation, curiosity and the mindset of a future contributor, not just a candidate. For example, strategic thinking related ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കുകയാണ്. സേ ഫോർ എക്സാമ്പിൾ ലോങ് ടേം ഗോൾസിനെ പറ്റി ചോദിക്കുകയാണ്, കമ്പനിയുടെ അല്ലെങ്കിൽ റോഡ് മാപ്സിനെ പറ്റി ചോദിക്കുകയാണ്. ഷോസ് ദാറ്റ് യു തിങ്ക് ബിയോണ്ട് ഡേ ടു ഡേ ടാസ്ക്. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ റോൾ ക്ലാരിറ്റി, നമ്മളിപ്പം സക്സസ് മെട്രിക്സിനെ പറ്റിയും ഫസ്റ്റ് 90 ഡേ പ്രയോറിറ്റീസിനെ പറ്റിയൊക്കെ നമ്മൾ ചോദിക്കുകയാണ്. സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ റോളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് 90 ഡേയ്സിലെ സക്സസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഷോസ് ദാറ്റ് യു വാണ്ട് ടു ഡെലിവർ റിസൾട്ട്സ്. ഇനി തേർഡ് വൺ, കൾച്ചറൽ ഫിറ്റ്. സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ക്വസ്റ്റ്യൻസ് അബൌട്ട് ഫീഡ്ബാക്ക് നോംസ്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റൈൽസ് ആൻഡ് ടീം ഇൻട്രാക്ഷൻസ് ഇൻഡിക്കേറ്റ് യു ആർ അസസിങ് വർക്ക് പ്ലേസ് ഫിറ്റ്. നമ്മളിപ്പം ഈ ടീമിൻ്റെ ഡൈനാമിക്സ് എങ്ങനെയാണ്, ഈ ടീമിൽ എത്ര പേരുണ്ട്, ഈ ടീമിൽ ലീഡർഷിപ്പ് സ്റ്റൈൽ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഹയറിംഗ് മാനേജറിനോട് ചോദിക്കുമ്പോഴത്തേന് വി ആർ ട്രൈങ് ടു അസസ് കൾച്ചറൽ ഫിറ്റ്. നൗ ഫോർത്ത് വൺ, വാല്യൂ അലൈൻമെൻറ്റ്. So when we are trying to ask questions on the company's direction or challenges, demonstrate interest in meaningful contribution, not just any job. So നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോഴത്തേന് what they are wondering about you is, can this person ramp up quickly? Will this person be able to communicate well? Do they ask good relevant questions? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ലൈക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഈ വിഷ്വലിൽ കാണുന്നത്. ടോപ്പ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ടു ആസ്ക് അറ്റ് ദ എൻഡ് ഓഫ് എൻ ഇൻ്റർവ്യൂ. സോ try to prepare at least 1 or 2 from each bucket so you can adapt naturally to the conversation flow. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തോട്ട്ഫുൾ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുണ്ടാവണം. ടെംപ്ലേറ്റഡ് ആയിട്ട് നമുക്ക് കുറേ എണ്ണം ഫ്രെയിം ചെയ്ത് വെക്കാം. പക്ഷേ ഒരു സ്പെസിഫിക് ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുമ്പോഴത്തേന് ആ ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾക്ക് കുറച്ച് തോട്ട്ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ റെഡി ആയിരിക്കണം.
ഫസ്റ്റ് വൺ, കൾച്ചർ ആൻഡ് വാല്യൂസ്. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഹൗ വുഡ് യു ഡിസ്ക്രൈബ് ദ ടീംസ് വർക്കിംഗ് സ്റ്റൈൽ ആൻഡ് ദ കമ്പനീസ് കോർ വാല്യൂസ് ഇൻ ആക്ഷൻ? ലൈക്ക് ഈ ടീമിൻ്റെ വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും. സെക്കൻഡ് വൺ, റോൾ എക്സ്പെക്ടേഷൻസ് ആൻഡ് സക്സസ് മെട്രിക്സ്. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, വാട്ട് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഔട്ട്കംസ് ഫോർ ദ പേഴ്സൺ ഇൻ ദിസ് റോൾ ഇൻ ദ ഫസ്റ്റ് 6 months? അടുത്ത 6 മാസത്തേക്ക് ഈ റോളിലിരിക്കുന്ന ആളിൽ നിന്ന് എന്ത് എക്സ്പെക്ടേഷനാണ്, എന്ത് ഔട്ട്കംസുമാണ് ഉള്ളത്? തേർഡ് വൺ, ടീം ഡൈനാമിക്സ് ആൻഡ് ലീഡർഷിപ്പ്. ഹൗ ഡസ് യുവർ ടീം ടിപ്പിക്കലി പ്രിഫർ ടു ഗീവ് ആൻഡ് റിസീവ് ഫീഡ്ബാക്ക്? അപ്പം നമ്മൾ ഇതിൽ നിന്ന് ടീം ഫിറ്റ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഫോർത്ത് വൺ, challenges and priorities. What is the biggest challenge the team is facing now and how would this role help address it? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അത് ചോദിക്കാം. അടുത്തത്, കരിയർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ക്വസ്റ്റ്യൻ. വാട്ട് ടിപ്പിക്കൽ കരിയർ പാത്സ് ഹാവ് അതേഴ്സ് ഇൻ ദിസ് റോൾ ഫോളോഡ്? അതല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, ഈ റോളിൽ എൻ്റെ ഒരു ഗ്രോത്ത് എങ്ങനെയായിരിക്കും, ഈ റോളിൽ മുന്നോട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ എങ്ങനെയായിരിക്കും, ഇതിൽ എനിക്ക് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഈ റോളിൽ കയറി കഴിഞ്ഞാൽ ട്രെയിനിങ് തരുമെന്നൊന്നും ചോദിക്കരുത്. കാരണം ചിലപ്പോൾ അവിടെ ട്രെയിനിങ് തരാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്കത് ബാക്ക് ഫെയർ ചെയ്യും. അപ്പം ഈ റോളിൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് 90 days എങ്ങനെയായിരുന്നു ചോദിക്കാം. പിന്നെ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഹൗ ആർ ഡിസിഷൻസ് മെയ്ഡ് ഹിയർ ആൻഡ് ഹൂ ഈസ് ഇൻവോൾവ് ഇൻ പ്രയോറിറ്റൈസേഷൻ? ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ടീമിൽ എങ്ങനെയാണെന്നും ലൈക്ക് ലീഡർഷിപ്പ് എങ്ങനെയാണെന്നും അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്സ് ആൻഡ് ഫിറ്റ്, ദ ഫൈനൽ വൺ. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ, ഡു യു ഹാവ് എനി റിസർവേഷൻസ് അബൌട്ട് മൈ ഫിറ്റ് ദാറ്റ് ഐ ക്യാൻ അഡ്രസ് നൗ? സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് അങ്ങോട്ട് തന്നെ നമ്മൾ ചോദിക്കുകയാണ്, ഞാൻ ഈ റോളിൽ എനിക്ക് ഫിറ്റ് ആവാതിരിക്കാനുള്ള എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ എന്ന്. സേ ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പറയാൻ സാധ്യത ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അപ്പം തന്നെ ആ കൺസേൺ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. സേ അവരിപ്പോൾ പറയുവാണ്, വി ആർ ലുക്കിംഗ് ഫോർ സമ്മൺ, നമ്മൾ ഈ ഏരിയയിൽ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലൊക്കേഷനാണ് പ്രശ്നം എന്ന് വിചാരിക്കുക. അവർ പെട്ടെന്ന് പറയുകയാണ്, ഞങ്ങൾ ഈ ഏരിയയിൽ നിന്നായിരുന്നു ആളെ നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേന് വി ക്യാൻ ആക്ച്വലി ഈസിലി ക്ലാരിഫൈ ദം സെയിങ് ദാറ്റ് ഞാൻ റീലൊക്കേഷന് റെഡിയാണ് ബിക്കോസ് ഐ എം ലുക്കിംഗ് ഫോർ ദ റൈറ്റ് റോൾ എന്ന് പറയാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് എക്സ്പീരിയൻസ് ഇല്ലെന്നോ കുറഞ്ഞെന്നോ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മൊമെൻറ്റിൽ തന്നെ അത് കൺവിൻസ് ചെയ്യാൻ പറ്റും. So the final one, next steps and fit, is very important because it helps to clarify their confusions. So ഈ വിഷ്വലിൽ ഞാൻ പറയുന്നത് like 7 questions that you can almost ask in any interview ആണ്, and it works in every situation ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ചില റിപ്പീറ്റേഷൻസ് ഉണ്ട്. Say first question that you can ask, what would success look like for this role in the first 90 days? അതൊരു നൈസ് ക്വസ്റ്റ്യൻ ആണ്. Can you describe the biggest challenge the team or company is facing this year? So ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേന് അവർ എന്തെങ്കിലുമൊക്കെ ഒരു ആൻസേഴ്സ് പറയുമ്പോഴത്തേന് നമ്മളതൊരു കോൺവെർസേഷൻ ആക്കാൻ നോക്കണം കേട്ടോ. What are the qualities of the employees who have been most successful here? How does the team handle feedback and performance conversations? How does this role interact with other departments and stakeholders? What opportunities for growth and development exist for someone in this position? Growth and learning opportunity undo. What are the next steps and is there anything that I can provide to help with your decision? So ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമുക്ക് ഏത് ഇൻ്റർവ്യൂവിന് വേണമെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മിക്കവാറുള്ള ഏത് ഇൻ്റർവ്യൂവിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. So these are the type of questions that you can frame for any interview if you want. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ you can take one of these questions and create a conversation out of it. അടുത്തത്, common pitfalls to avoid when asking questions at the end of an interview. ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. സോ നമ്മൾ നല്ലപോലെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് വന്നാലും നമ്മളത് പ്രോപ്പർലി ടൈംഡും ഫ്രെയിംഡും അല്ലെങ്കിലും പോലും അത് നമുക്ക് ബാക്ക് ഫയർ ചെയ്തേക്കാം. സോ നമ്മൾ സാധാരണ ആൾക്കാർ മേക്ക് ചെയ്യുന്ന കോമൺ പിറ്റ്ഫോൾസിനെ പറ്റിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ് ദാറ്റ് വെർ ഓൾറെഡി ആൻസേർഡ്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ നേരത്തെ ചിലപ്പോൾ അത് ആൻസർ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ആ പാനിക്കിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദാറ്റ് യു ആർ നോട്ട് ലിസണിങ് ബിഫോർ. സോ നേരത്തെ നമ്മളത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ വിചാരിക്കുക. അത് അറിയാതെ ഒരു കോൺവെർസേഷനിൽ കവറായി പോയ ഒരു കാര്യം നമ്മൾ ഒന്നുകൂടെ ചോദിക്കുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നേ ഫീൽ ചെയ്യത്തുള്ളൂ.
ഇനി നമ്മൾ ഓൾറെഡി ഫ്രെയിം ചെയ്ത് വന്നിരിക്കുകയാണ്, അപ്പം നമ്മൾ അറിയാതെ ചോദിച്ചു പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും പിവറ്റ് ടു എ ഫോളോ അപ്പ്, വേറെ ഏതെങ്കിലും ഒരു ഫോളോ അപ്പിലോട്ടോ വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റിനിലോട്ടോ അങ്ങ് പിവറ്റ് ചെയ്യാം. ഡോണ്ട് ലീഡ് വിത്ത് കോമ്പൻസേഷൻ ഓർ ബെനിഫിറ്റ്സ്. സാലറി കോൺവെർസേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് ഓഫൺ പ്രീമച്വർ അറ്റ് ദ ക്ലോസ് ഓഫ് ആൻ ഇനീഷ്യൽ ഇൻ്റർവ്യൂ. ഒരു ഫൈനൽ ഇൻ്റർവ്യൂവിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നമ്മുടെ അടുത്ത് ചോദിക്കും ലൈക്ക് സാലറി. അവർ ചിലപ്പോൾ ഇങ്ങോട്ട് പറയും ഇതൊക്കെയാണ് സാലറി, ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ്. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സ്പെക്റ്റേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയാം, ഞാൻ ഈ റോളിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആൻഡ് ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഐ വിൽ ഗെറ്റ് എ സ്റ്റാൻഡേർഡ് സാലറി ഫോർ ദിസ് വൺ എന്ന് പറയാം. അപ്പോൾ മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ പറയാം വി ആർ ഓപ്പൺ ടു നെഗോസിയേഷൻ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഓർ എൽസ് വി ക്യാൻ ഈവൻ ആസ്ക് വാട്ട്സ് ഓൺ ഓഫർ ഫോർ ദിസ് റോൾ. സോ ഇതൊരു ഇനീഷ്യൽ ഇൻ്റർവ്യൂവിൻ്റെ രീതിയിലാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. ബട്ട് ഇഫ് ഇറ്റ്സ് എ ഫൈനൽ ഇൻ്റർവ്യൂ ദർ ആർ സിറ്റുവേഷൻസ് വെർ ദേ വിൽ ടോക്ക് about the salary and you can talk through it. പക്ഷെ നമ്മൾ ഒരിക്കലും ആ കോൺവെർസേഷൻ കഴിവതും ഇനീഷ്യേറ്റ് ചെയ്യരുത്. ഡോണ്ട് ആസ്ക് ഓവർലി ജനറിക് ക്വസ്റ്റ്യൻസ്. ലൈക്ക് നമ്മളിപ്പോൾ അവരുടെ അടുത്ത് അങ്ങോട്ട് ചോദിക്കുകയാണ് ടെൽ മീ അബൌട്ട് ദ കമ്പനി, അങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ട് പറയുമ്പോഴത്തേന് നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലെന്ന് അവർക്ക് ഫീൽ ചെയ്യും. ബി വെരി സ്പെസിഫിക്. ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ് ദാറ്റ് പുട്ട് ദ ഇൻ്റർവ്യൂവർ ഓൺ ദ ഡിഫെൻസീവ്. ഫോർ എക്സാമ്പിൾ നെഗറ്റിവിറ്റി ഉള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവറിനെ ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ അവരോട് ചോദിക്കരുത്. ബിക്കോസ് അത് അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യും. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും അവരോട് ചോദിക്കരുത്. അവർക്കത് ആൻസർ ചെയ്യണമെന്നുണ്ട് എന്നവർക്ക് പറ്റുന്നുമില്ല. ദാറ്റ് വിൽ പുട്ട് ദം ഇൻ ഡിഫെൻസീവ്. ഡോണ്ട് ഡു ദാറ്റ്. ദാറ്റ് വിൽ അത് നമുക്ക് ഭയങ്കര ഒരു റോങ് ഇംപ്രഷൻ മേക്ക് ചെയ്യും. ഫൈനലി ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ് ദാറ്റ് സിഗ്നൽ യു ഹാവ് ഇൻ റിസർച്ച്ഡ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കമ്പനി ഫാക്ട്സ് ഒക്കെ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് പോകാൻ. റിസർച്ച് ചെയ്തില്ല എന്ന് അവർക്ക് തോന്നുന്നത് ഇറ്റ്സ് നോട്ട് റിയലി ഗുഡ്. സോ ഒരു സ്മാർട്ട് സ്ട്രാറ്റജി ഇസ് ലൈക്ക് നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ട് വന്നു ആൻഡ് ഇഫ് എ ക്വസ്റ്റ്യൻ ഹാസ് ഓൾറെഡി ബീൻ അഡ്രസ്ഡ് ആസ്ക് എ ഡീപ്പർ ഫോളോ അപ്പ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ടീം കൾച്ചർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫ്രെയിം ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് അവർ ഓൾറെഡി നേരത്തെ ആൻസർ ചെയ്തു. നൗ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഡീപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ആസ്ക് അബൌട്ട് ഹൗ ദാറ്റ് കൾച്ചർ ഷേപ്പ് പ്രോജക്ട് ടൈം ലൈൻസ് ഓർ ഡിസിഷൻ മേക്കിംഗ്. സോ ഇത്രയും കാര്യങ്ങളാണ് ലൈക്ക് മിസ്റ്റേക്സ് ദാറ്റ് യു ഷുഡ് അവോയ്ഡ് വെൻ യു ആർ ട്രൈങ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ലൈക്ക് ഒന്നുകൂടെ ഞാൻ വേണമെങ്കിൽ സമ്മറൈസ് ചെയ്ത് പറയാം. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. നമ്മൾ ലിസൺ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും. കോമ്പൻസേഷനും ബെനിഫിറ്റ്സിനെ പറ്റി നമ്മളായിട്ട് ആ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യരുത്. അവരായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ ഫ്രം ദെയർ. ജനറിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുക. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യാതിരിക്കുക. നമ്മൾ റിസർച്ച് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസും കഴിവതും ചോദിക്കാതിരിക്കുക. ഇനി how should you prepare these questions to ask at the end of an interview? അപ്പം there are 5 steps that I have put here. The first one is research the organization deeply. നല്ല പോലെ കമ്പനി സൈറ്റിന് വായിക്കുക, റീസെൻറ്റ് ന്യൂസ് വായിക്കുക, ലിങ്ക്ഡിൻ നോക്കുക, റോൾ പോസ്റ്റിംഗ് നോക്കുക. നോട്ട് എനി സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ്സ് ഓർ പ്രോഡക്റ്റ് ലോഞ്ചസ്. നല്ലപോലെ കമ്പനീനെ പറ്റിയോ കമ്പനീൻ്റെ പ്രോഡക്റ്റിനെ പറ്റിയോ, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയിലാണ് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവരുടെ പ്രോഡക്റ്റിനെ പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ബി പ്രിറ്റി മച്ച് ഇംപ്രസ്ഡ്. സോ നല്ലപോലെ കമ്പനി വെബ്സൈറ്റ് നോക്കുക. കമ്പനി ന്യൂസിൽ ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ഫ്രെയിം ചെയ്ത് അവരുടെ അടുത്ത് ചോദിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അവർക്ക് ആൻസർ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. Now, step 2. Draft 8 to 10 questions. Cover the key types like culture, metrics, challenges, growth, team dynamics and more. 1-2 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ ചോദിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നല്ല തോട്ട്ഫുൾ ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചാലും മതി. ബട്ട് യു ഹാവ് യുവർ സെൽഫ് ഡ്രാഫ്റ്റഡ് 8 to 10 ക്വസ്റ്റ്യൻസ്. അപ്പം പല ഇൻ്റർവ്യൂസിനും നമുക്കിത് ടെംപ്ലേറ്റഡ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. And then prioritize 3 to 4 like must ask questions. So these are your go-to questions you will use if time is very limited. So ചിലപ്പം ഈ ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ സമയം തന്നെ കിട്ടിയെന്ന് വരില്ല. ബട്ട് സ്റ്റിൽ ടൈം ഭയങ്കര ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടാവണം. 4th one, പ്രാക്ടീസ് ഫ്രേസിങ്. വി ഷുഡ് കീപ്പ് അവർ ക്വസ്റ്റ്യൻസ് ടു ബി വെരി കോൺവെർസേഷണൽ. നമ്മൾ കോൺവെർസേറ്റ് ചെയ്യുന്ന പോലെ അവർക്ക് തോന്നണം. നമ്മൾ കാണാപ്പാടം പഠിച്ചിട്ട് അവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യരുത്. 5th one, ബി റെഡി ടു അഡാപ്റ്റ്. സോ ഓൾറെഡി നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പം ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ
നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റിനെ പറ്റി ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആസ്ക് അറൗണ്ട് ഫോളോ അപ്സ് ദാറ്റ് ആഡ്സ് വാല്യൂ ഇൻസ്റ്റെഡ് ഓഫ് റിപ്പീറ്റിംഗ് ദ സെയിം ക്വസ്റ്റ്യൻ. സോ ടു സമ്മറൈസ് എനിക്ക് പറയാം, you prepare like prepare 8 to 10 questions, have 3 to 4 questions prioritize, നല്ലപോലെ കമ്പനിയെ പറ്റി റിസർച്ച് ചെയ്യുക, നല്ലപോലെ ഫ്രേസിംഗ് പ്രാക്ടീസ് ചെയ്യുക, സോ ദാറ്റ് യു ഡോണ്ട് അപ്പിയർ റിഹേഴ്സ്ഡ്, ആൻഡ് ഫൈനലി ബി റെഡി ടു അഡാപ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ റെപ്പിറ്റേഷൻ ആണത്. ഹൗ ക്യാൻ യു യൂസ് ക്വസ്റ്റ്യൻസ് ടു ആസ്ക് അറ്റ് ദ എൻഡ് ഓഫ് ആൻ ഇൻ്റർവ്യൂ ടു അഡ്രസ് ഡൗട്ട്സ് ആൻഡ് സെൽ യുവർ കാൻഡിഡസി? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ചില ഡൗട്ട്സ്, ലൈക്ക് വി ക്യാൻ അഡ്രസ് ഡൗട്ട്സ്, വിച്ച് ഇസ് സ്റ്റെപ്പ് 1. Ask like, are there any reservations you have about my fit that I can address? That gives you a chance to resolve objections. Step 2, reinforce strength. ഇപ്പോൾ അവർ ഒരു പ്രയോറിറ്റി റേസ് ചെയ്യാണ്, follow with like, I have done this in the past, would that experience help with this challenge? This connect your skills to the needs. Say for example, ഇപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ ഇതിൽ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയായിരുന്നു നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാം, ഞാൻ അതുപോലെ സിമിലർ ടൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, മേ ബി അത് ഹെൽപ്പ് ചെയ്യും, എനിക്ക് തോന്നി ഈ ചലഞ്ചിന് ഹെൽപ്പ് ചെയ്യുമായിരിക്കും എന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേന് നമ്മൾ അവരുടെ ഒരു അൺസർട്ടനിറ്റി കുറച്ചു. ശരിയല്ലേ? സോ ദ ഫസ്റ്റ് വൺ ഇസ് അഡ്രസ് ഡൗട്ട്സ്, ദ സെക്കൻഡ് വൺ ഇസ് റീഇൻഫോഴ്സ് സ്ട്രെങ്ത്, തേർഡ് വൺ ഹൈലൈറ്റ് റെഡിനെസ്. ആസ്ക് അബൌട്ട് ഇമ്മീഡിയറ്റ് പ്രയോറിറ്റീസ് ആൻഡ് ഷോ ഹൗ you will tackle them to demonstrate readiness to contribute from day one. Fourth one is invite feedback, ending with based on your conversation, what would you want me to clarify or expand on? That signals openness and coachability. To summarize, first one is address doubts, like അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിസോൾവ് ചെയ്ത് കൊടുക്കുക, അപ്പം നമ്മുടെ ചാൻസസ് കൂടും. സെക്കൻഡ് വൺ ഇസ് റീഇൻഫോഴ്സ് സ്ട്രെങ്ത്. സേ ഫോർ എക്സാമ്പിൾ അവർക്ക് എന്തെങ്കിലും പ്രയോറിറ്റിയോട് കൂടിയോ ചില കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ട്രെങ്ത് ഉണ്ടെന്ന് അവരുടെ അടുത്ത് കൺവിൻസ് ചെയ്യുക, ലൈക്ക് ഇഫ് യു ഹാവ് സിമിലർ സ്ട്രെങ്ത്. തേർഡ് വൺ ഇസ് ഹൈലൈറ്റ് റെഡിനെസ്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രയോറിറ്റീസിനെ പറ്റിയൊക്കെ ചോദിക്കുക, എന്നിട്ട് നമ്മളത് എങ്ങനെ ടാക്കിൾ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഷോസ് ദാറ്റ് യു ആർ റെഡി ടു സ്റ്റാർട്ട് വർക്ക്. ആൻഡ് ഫൈനലി ഇൻവൈറ്റ് ഫീഡ്ബാക്ക്. എന്തെങ്കിലും ഞാൻ ഇനി ക്ലാരിഫൈ ചെയ്യാൻ വേറെ എന്തെങ്കിലും ബാക്കിയുണ്ടെന്ന് തിരിച്ചങ്ങോട്ട് ചോദിക്കുക, because it signals openness and coachability. So the well placed questions can proactively ease concerns and reinforce your fit. Great questions, as you know, do more than gather information. They show value, build trust and move you closer to an offer. So മേക്കിംഗ് ദ മോസ്റ്റ് ഓഫ് ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്. ഒരു ഇൻ്റർവ്യൂവിൽ എൻഡ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ എങ്ങനെയാണ് ആ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സ്റ്റൈലിനെ പറ്റിയാണ് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, വെൻ ദ ഇൻ്റർവ്യൂവർ ഈസ് ആസ്കിംഗ് ലൈക്ക്, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, പോസ് ബ്രീഫ്ലി, ടേക്ക് എ മൊമെൻറ്റ് ടു തിങ്ക് ബിഫോർ റെസ്പോണ്ടിങ്. ദാറ്റ് ഷോസ് തോട്ട്ഫുൾനെസ്, കോൺഫിഡൻസ് ആൻഡ് പ്രൊഫഷണലിസം. ലീഡ് വിത്ത് യുവർ ബെസ്റ്റ് ക്വസ്റ്റ്യൻ. Start with a question that matters most to you. This helps create impact, show preparation, and demonstrate priorities. Be very conversational. Ask questions that encourage discussions. Say, for example, you can ask like, can you tell me about a recent challenge the team overcame? Great questions always lead to meaningful conversations. Fourth one, ask about next steps. Like you can ask like, what are the next steps and hiring timeline. അത് നമുക്ക് ചോദിക്കാം. That shows your interest, initiative and professional maturity. So ഇനി final one, time വളരെ ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ mention that you want to ask a couple of quick questions and focus on the most important ones. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ കുറച്ച് സമ്മറൈസ് ചെയ്യുന്ന കുറച്ച് FAQs ആണ് ഈ വിഷ്വലിൽ കാണുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ക്വസ്റ്റ്യൻസ് ഷുഡ് ഐ പ്രിപ്പയർ? സോ ഈ എയിം ഫോർ 6 to 8 tailored questions. Prioritize 3 to 4 to ask during the interview. Question number 2, when is it okay to ask about salary during questions? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ലൈക്ക്
don't initiate that conversation. അവർ പറയട്ടെ അതിനെപ്പറ്റി. You wait until the employer raises compensation or in later stage interviews. Third one, should I ask the same questions in every interview? No. You can have some templated questions, പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് backfire ചെയ്തേക്കാം. So do it like this. You have some templated questions. You have some questions that you frame for an interview. So, I will tell you to customize based on company role and what was covered earlier. Fourth question, can questions help if I lack experience? Yes, they do help. So in that case, you ask about expectations, support, and success indicators to show readiness. Question number 5. Is it rude to ask about next steps as part of questions? No. Asking next steps show professionalism and interest in the role. അപ്പം ഇനി ഈ ഹയറിങ്ങിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നൊന്നും ചോദിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല, ബിക്കോസ് ഇറ്റ് റിയലി ഷോസ് യുവർ പ്രൊഫഷണലിസം ആൻഡ് യുവർ ഇൻട്രസ്റ്റ് ഇൻ ദ റോൾ. Consider this as one of the most important questions where you can create a conversation. കാരണം മറ്റുള്ള പല ക്വസ്റ്റ്യൻസും നമ്മളോട് ചോദിക്കുമ്പോഴത്തേന് ദേ ആർ ആസ്കിങ് എ ക്വസ്റ്റ്യൻ ആൻഡ് വി ആർ റെസ്പോണ്ടിങ് ടു ഇറ്റ്. അപ്പോഴും നമുക്ക് കോൺവെർസേഷൻസ് മേക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും ഈ ക്വസ്റ്റ്യനോളം നമുക്ക് കോൺവെർസേഷൻസ് മേക്ക് ചെയ്യാൻ പറ്റത്തില്ല. I think this is the best conversational opportunity. So make the most of it. Do you have any questions for us എന്ന് ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുമ്പം അത് എന്തിനാണ് ചോദിക്കുന്നതെന്നും അതിനു വേണ്ടി എങ്ങനെയെല്ലാം ആൻസേഴ്സ് ഫ്രെയിം ചെയ്യണമെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദിസ് ഇസ് ഇറ്റ്. താങ്ക് യു. ഹോപ്പ് ദിസ് ഹെൽപ്സ്. Small steps, big wins.